24 എക്സ്ക്ലൂസീവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർകോട്ടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ സംസ്ഥാന നേതാക്കൾ മത്സരിക്കണമെന്ന് ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി 24-നോട്. കെ സുരേന്ദ്രൻ, എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരിൽ ആരെങ്കിലും മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകുമെന്നാണ് പ്രതീക്ഷ. താൻ ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ എതിർ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എം.എൽ. അശ്വിനി പറഞ്ഞു. നമുക്ക് എപ്പോഴും മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്റ്റേറ്റ് ഘടകത്തിനാണ് ആൾക്കാർ വന്നുകൊണ്ടുണ്ടായതും അതേപോലെ കാസർഗോഡ് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെയുള്ള സെലിബ്രിറ്റികൾ വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് ജയിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ലിസ്റ്റിൽ ഇപ്പോൾ ലാസ്റ്റ് ടൈം കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അദ്ദേഹം വന്നെങ്കിൽ ഇനിയും കൂടുതലുണ്ടാവും. അതേപോലെ എം.ടി. രമേശ് ജി ഉണ്ട്, അതേപോലെ ശോഭാ സുരേന്ദ്രൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് മത്സരിച്ച് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കും ഈ പ്രാവശ്യം നമ്മളെ ഒരു അജണ്ടമാണ് മഞ്ചേശ്വരത്തും പിന്നെ കാസർഗോഡ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ബി.ജെ.പിയുടെ എം.എൽ.എ ഉണ്ടാവണം. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ബി.ജെ.പി. നേരത്തെ പരിഗണിക്കുന്ന പേരിൽ ഒന്നാണ് എം.എൽ. അശ്വിനിയുടെ പേര്. അതും കാസർഗോഡ് ജില്ലയിൽ പരിഗണിക്കുന്നു എന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ എം.എൽ. അശ്വിനി തന്നെ പറയുന്നു സംസ്ഥാന നേതാക്കൾ വരണം, കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ കാസർഗോഡേക്ക് എത്തണം, മഞ്ചേശ്വരത്തോ അല്ലെങ്കിൽ കാസർഗോഡോ സ്ഥാനാർത്ഥിയാകണം ശോഭാ സുരേന്ദ്രനോ എം.ടി. രമേശോ അല്ലെങ്കിൽ കെ സുരേന്ദ്രനോ എന്ന ഒരു പ്രതികരണം അത് ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടുണ്ടാവുന്നു? എന്താണ് കാസർഗോഡ് ബി.ജെ.പിയിൽ പൊതുവെയുള്ള പ്രതികരണങ്ങൾ, അഭിപ്രായങ്ങൾ? കാസർഗോഡ് ജില്ലയിലെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട 2 മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരവും കാസർഗോഡും. അത് മഞ്ചേശ്വരം മണ്ഡലം എന്ന് പറയുന്നത് നേരത്തെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായിരിക്കെ കെ സുരേന്ദ്രൻ മത്സരിക്കുകയും 89 വോട്ടിനും 700 വോട്ടിനുമൊക്കെ 2 തവണ പരാജയപ്പെടുകയും ചെയ്ത മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. ബി.ജെ.പിയുടെ ശ്രദ്ധാകേന്ദ്രമാണ്. സംസ്ഥാന തലത്തിൽ തന്നെ ബി.ജെ.പി. എടുത്തു കാണിക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പ്രാദേശികമായി നേതാക്കൾ ഉയർന്നു വരുന്നില്ല, അതിനനുസരിച്ചുള്ള കപ്പാസിറ്റിയുള്ള ആളുകൾ ഉയർന്നു വരുന്നില്ല എന്നൊരു പരാതി നേരത്തെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റായ എം.എൽ. അശ്വിനിയെ മഞ്ചേശ്വരത്ത് പരിഗണിക്കാൻ തുടങ്ങിയത്. മഞ്ചേശ്വരം മണ്ഡലം ശ്രദ്ധിക്കണമെന്ന് എം.എൽ. അശ്വിനിയോട് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിലും അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലത്തിലും ബി.ജെ.പി. സംസ്ഥാന നേതാക്കളെ പരിഗണിക്കണമെന്നൊരു ആവശ്യമാണ് എം.എൽ. അശ്വിനി പറയുന്നത്. കെ സുരേന്ദ്രൻ, എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ 2 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയാകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയൊരു പ്രതീക്ഷ ജില്ലാ നേതൃത്വത്തിനുണ്ട് എന്ന് എം.എൽ. അശ്വിനി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജില്ലയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും എം.എൽ. അശ്വിനി ചൂണ്ടിക്കാണിക്കുന്നു. തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോഴും പാർട്ടിക്കുള്ളിൽ എതിർ ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം അവസരങ്ങൾ ഉയർത്തുന്നത് വ്യക്തിതാല്പര്യങ്ങൾ ഉള്ളവരെന്നും എം.എൽ. അശ്വിനി പറയുന്നുണ്ട്. ഈ മഞ്ചേശ്വരത്ത് ബി.ജെ.പിക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. ഇത്തവണ വിജയപ്രതീക്ഷയുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിലും വിജയപ്രതീക്ഷയുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് 5 പഞ്ചായത്തുകൾ ബി.ജെ.പി. ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് സംസ്ഥാന നേതാക്കൾ, സെലിബ്രിറ്റി നേതാക്കൾ ഉൾപ്പെടെ കാസർഗോഡും മഞ്ചേശ്വരത്തും പരിഗണിക്കപ്പെടണമെന്നാണ് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് പറയുന്നത്. പ്രജിത്ത്, ശരി. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.